Divisional Accountant Officer, Important One-Word Question, Part 8, Trading and Profit and Loss Account and Balance Sheet. ഇതിൽ നമുക്ക് കുറച്ച് പ്രോബ്ലം കാൽക്കുലേഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പം 90ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് റിലേറ്റഡ് ടു എ കൺസേൺ ഫോർ ദ ഇയർ 2015. താഴെ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതൊരു ഓർഗനൈസേഷനിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കാണാനാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം മിക്ക PSC എക്സാംസിനും ഇപ്പോൾ കൂടുതലും പ്രോബ്ലമായിട്ടാണ് അക്കൗണ്ടൻസി പാർട്ടിൽ നിന്നും ചോദിക്കുന്നത്. ഒരു മാർക്കിന് ഒരു പ്രോബ്ലം, 1-2 മാർക്കിനൊക്കെ നമുക്കൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള റേഷ്യോ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇക്വേഷൻസും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ കുറച്ച് ഐറ്റംസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഇക്വേഷൻ അല്ലാതെ തന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പം നമുക്കറിയാം ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് എന്തിൻ്റെ റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പം എളുപ്പം ഈസി മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ആ ഒരു പിക്ചർ ഫോർമാറ്റിൽ T ഷേപ്പിൽ വരച്ച് കണ്ടുപിടിക്കുന്നതാണ്. അതെങ്ങനെയാണ്, ഇപ്പം നമ്മൾ 2 സൈഡ് എടുക്കുക, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എടുക്കുക. എന്നിട്ട് T ഷേപ്പിലെ ഫോർമാറ്റിൽ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് എഴുതുക. അത് കഴിഞ്ഞ് നമുക്ക് ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്കാണ് കിടക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം അല്ലേ, അത് എഴുതുക. എമൗണ്ട് എത്രയാണ്, 15,000. ദെൻ എന്താണ്, പർച്ചേസ് ആണ് കിടക്കുന്നത്. പർച്ചേസ് നമുക്ക് നോക്കണം, പർച്ചേസ് റിട്ടേൺ ഉണ്ടോ ഉണ്ട്. പർച്ചേസ് റിട്ടേൺ നമുക്ക് തന്നിട്ടുണ്ട്. സോ പർച്ചേസ് എമൗണ്ട് 36,000 ഇന്നർ കോളത്തിൽ എഴുതുക. ലെസ് പർച്ചേസ് റിട്ടേൺ 1000 രൂപയുണ്ട്, അത് നമ്മൾ കുറച്ച് 36,000 നിന്ന് 1000 കുറച്ച് 35,000 എമൗണ്ട് കോളത്തിൽ എഴുതുക. അത് കഴിഞ്ഞ് കിടക്കുന്ന ഐറ്റം ഏതാണ്, ഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സോ ഡയറക്റ്റ് എക്സ്പെൻസസ് 4,000 രൂപ കാണിച്ചു. പിന്നെ എന്താ വരുന്നത്, സെയിൽസ് നമുക്ക് എവിടെ എടുക്കേണ്ട ഐറ്റമാണ്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റമാണ്. എത്രയായ എമൗണ്ട്, 82,000. അപ്പം നമുക്കത് ഡയറക്റ്റ് എടുക്കാൻ പറ്റുമോ നോക്കാം. പറ്റത്തില്ല, കാരണം റിട്ടേൺ ഉണ്ട്. സെയിൽസ് റിട്ടേൺ നമുക്ക് ഒരു ഐറ്റം തന്നിട്ടുണ്ട്. 2,000 കുറയ്ക്കണം. സെയിൽസിൽ നിന്ന് 82,000 നിന്ന് 2,000 കുറച്ച് 80,000 എമൗണ്ട് കോളത്തിൽ കാണിച്ചു. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എവിടെയാണ് വരുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്, 12,000. അപ്പം നമുക്കിപ്പം ഇനി ബാലൻസ് ചെയ്ത് നോക്കാം. ഇത്ര ഐറ്റംസ് അല്ലേ ഉള്ളൂ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് നമുക്കിവിടെ കൂടി നിൽക്കുന്നത്. എത്ര എമൗണ്ടുകളുണ്ട്, 80,000 12,000. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടുമ്പോൾ 92,000 വന്നു. അത് നമ്മൾ 2 സൈഡിൻ്റെയും ബാലൻസ് ആയിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകൾ ഈ 92,000 നിന്ന് കുറച്ച് നോക്കണം. 15,000 35,000 40,000 4,000 ഡയറക്റ്റ് എക്സ്പെൻസ് 4,000. ഇത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഒരു എമൗണ്ട് വരുന്നില്ലേ, 38,000. ഈ 38,000 എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ടാണ്. സോ അതെന്താണ്, ഗ്രോസ് പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്കൊരു പിക്ചർ ഫോർമാറ്റിൽ വളരെ എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളൊരു പേപ്പറിൽ ഈ ഒരു പിക്ചർ ഫോർമാറ്റ് വരച്ച് അതാത് സൈഡുകളിൽ എൻട്രീസ് പോസ്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും, ഗ്രോസ് പ്രോഫിറ്റാണ് റിസൾട്ട് കിട്ടുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ. എത്രയായിരിക്കും, 38,000. ഇനി നമുക്കിത് ഇക്വേഷൻ വെച്ച് നോക്കാം. ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട് ഇക്വേഷൻസ് എല്ലാം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം നമുക്ക് ഈ തന്നേക്കുന്ന ഐറ്റത്തിനകത്ത് ഡയറക്റ്റ് നമുക്ക് നെറ്റ് സെയിൽ എടുക്കാൻ പറ്റുമോ, ഇല്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന ഐറ്റം തന്നിട്ടുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ നെറ്റ് സെയിൽ കണ്ടുപിടിക്കണം. നെറ്റ് സെയിൽ കാണാൻ വേണ്ടി നമുക്കുള്ള ഇക്വേഷൻ എന്താണ്, ടോട്ടൽ സെയിലിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നമുക്കുണ്ടല്ലോ, ടോട്ടൽ സെയിലും ഉണ്ട് സെയിൽസ് റിട്ടേണും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് സെയിൽസ് കിട്ടും. അടുത്ത നമുക്കതിൽ പിന്നെ എന്താണ് വേണ്ടത്, ഗ്രോസ് പ്രോഫിറ്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡാണ് വേണ്ടത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഐറ്റംസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ നമ്മൾ എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇല്ലാത്ത ഐറ്റം ഏതാണ്, നെറ്റ് പർച്ചേസ് ആണ് ഇല്ലാത്ത. നെറ്റ് പർച്ചേസ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നെറ്റ് പർച്ചേസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും, ടോട്ടൽ പർച്ചേസിൽ നിന്നും
പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പർച്ചേസ് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ടൊക്കെ ഈ എമൗണ്ടുകൾ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നെറ്റ് സെയിലാണ് കണ്ടുപിടിക്കേണ്ടത്. നെറ്റ് സെയിൽ കാണാം. ടോട്ടൽ സെയിൽ എത്ര തന്നിട്ടുണ്ട്? 82,000. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? സെയിൽസ് റിട്ടേൺ. എത്രയാണ് എമൗണ്ട്? 2,000. അപ്പോൾ എത്ര കിട്ടി? 80,000 എന്ന് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. അടുത്ത നമുക്ക് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. നെറ്റ് പർച്ചേസ് ഇല്ല അല്ലേ? നെറ്റ് പർച്ചേസ് കാണാൻ നമുക്ക് ടോട്ടൽ പർച്ചേസിൻ്റെ എമൗണ്ട് എത്രയുണ്ട്? 36,000. അതിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ മൈനസ് ചെയ്യണം. എത്രയാണ്? 1000. അപ്പോൾ എത്ര കിട്ടി? 35,000. എന്നിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 15,000 പ്ലസ് നെറ്റ് പർച്ചേസ് എത്ര കിട്ടി? 35,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് എത്ര തന്നിട്ടുണ്ട്? 4,000. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ മൈനസ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് തന്നേക്കുന്നത്? 12,000. നമ്മളിതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പം 15,000 പ്ലസ് 35,000 പ്ലസ് 35,000 എങ്ങനെ വന്നത്? നെറ്റ് പർച്ചേസ് ആണ്. എങ്ങനെ? ടോട്ടൽ പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറച്ചത്. 4,000 മൈനസ് 12,000. അപ്പോൾ എത്ര കിട്ടി? 42,000 എന്ന് കിട്ടി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് ഫൈനൽ ഇക്വേഷനിലോട്ട് വരാം. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിലും ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഉണ്ട്. നെറ്റ് സെയിൽ എത്ര കിട്ടിയത് നമുക്ക്? 80,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്ര കിട്ടി? 42,000. അപ്പം 80,000 നിന്ന് 42,000 കുറച്ച് 38,000 ആണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ ഇക്വേഷനിലിട്ട് ചെയ്യുന്നതും അല്ലാതെ പിക്ചർ ഫോർമാറ്റിൽ ടി ഷേപ്പിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് എൻട്രീസ് പോസ്റ്റ് ചെയ്ത് കിട്ടുന്ന തുകയും സെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പിക്ചർ ഫോർമാറ്റ് വരച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനകത്ത് എമൗണ്ടുകൾ ഇൻസേർട്ട് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കുക പ്രോബ്ലം. അപ്പോൾ നമുക്ക് PSC എക്സാംസിനൊക്കെ കൂടുതലും ഒരു പിക്ചർ ഫോർമാറ്റ് വരച്ച് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഇക്വേഷൻ ഇത്രയും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 91. ക്വസ്റ്റ്യൻ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ₹2,000 ആൻഡ് ടാക്സ് ചാർജ്ഡ് 3,000 ഈസ് 40,000. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ടേക്കൺ ആസ് ആൻ ഇൻകം ഈസ് 6,000. കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമുക്ക് എന്താണ് കാണാൻ ചോദിച്ചേക്കുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് കാണാൻ ചോദിച്ചേക്കുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു വന്നതാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഒന്നുകൂടെ പറയാം ഇക്വേഷൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാൻ പറ്റും? നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ആഫ്റ്റർ ഇൻട്രസ്റ്റ് ചാർജിലും ടാക്സ് ചാർജിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടാണ്. നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് 40,000. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ല. ഗ്രോസ് പ്രോഫിറ്റിൽ ഒൺലി ഡയറക്റ്റ് എക്സ്പെൻസസ് മാത്രമേ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നെറ്റ് പ്രോഫിറ്റിൽ നമുക്ക് എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയ ടാക്സസും ഇൻട്രസ്റ്റും നമ്മൾ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 40,000 പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എടുക്കേണ്ടത്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഏതാണുള്ളത്? നമുക്ക് എത്രയാണ്? 2,000 ആണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരേണ്ടത്. 2,000 എങ്ങനെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വന്നത്? 2,000 പ്ലസ് 3,000 എടുക്കണം. എന്തൊക്കെയുണ്ട് അവിടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്? ഇൻട്രസ്റ്റ് ചാർജ്ഡും ഉണ്ട്, ടാക്സ് ചാർജ്ഡും ഉണ്ട്. അപ്പം 2,000 എടുക്കണം, 3,000 എടുക്കണം. രണ്ട് എമൗണ്ടും നമ്മൾ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് നമ്മുടെ ഫേമിന്. അപ്പം അത് രണ്ടും 2,000 പ്ലസ് 3,000 5,000 നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആയിട്ട് എടുത്തു മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്തുണ്ട്? നമുക്കൊരു പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ? സെയിൽ ഓൺ മെഷീനറി ടേക്കൺ ഇൻകം 6,000. അതെന്താണ്? നമുക്ക് ഇൻകം ആണ്. അപ്പോൾ അതൊരു നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയതുകൊണ്ട് നമ്മളത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നെറ്റ് പ്രോഫിറ്റ് നമ്മളെങ്ങനെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു 40,000 പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞു രണ്ടും നമുക്കുള്ള ഇൻട്രസ്റ്റും ടാക്സും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസുകളാണ്. ഇത് രണ്ടും ആഡ് ചെയ്തെടുത്തു. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എത്രയുണ്ട്? സെയിൽ ഓൺ മെഷീനറി പ്രോഫിറ്റ് വന്നത് 6,000. അതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 36,000 എന്ന് നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണ്?
39,000 നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. കൂടുതലും PSC എക്സാംസിന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനും ഗ്രോസ് പ്രോഫിറ്റ് കാണാനുമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടെ നമ്മൾ ഇതായിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ളതും ചോദിച്ചിരിക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ഡയറക്റ്റ് ഈ 40,000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ആഫ്റ്റർ ഇൻട്രസ്റ്റ് ചാർജിടും ടാക്സ് ചാർജിടും ഒക്കെ നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ടോട്ടൽ എമൗണ്ട് ഡയറക്റ്റ് ഇങ്ങനെ 40,000 തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഓർത്തോണം, ബിഫോർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, ആഫ്റ്റർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തുക ഫുൾ എടുക്കണം. ബിഫോർ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത് എമൗണ്ടേ എടുക്കാവുള്ളൂ. മനസ്സിലായില്ലേ? ആ ആഫ്റ്ററും ബിഫോറും എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ആഫ്റ്റർ വന്നു കഴിഞ്ഞാൽ ആഫ്റ്റർ ഇൻട്രസ്റ്റ് ചാർജഡ്, ആഫ്റ്റർ ടാക്സ് ചാർജഡ് എന്നൊക്കെ കഴിഞ്ഞ് ഒരു എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ടോട്ടലായിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ എടുക്കാം. ബിഫോറാണ് തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നെറ്റ് പ്രോഫിറ്റിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് കുറച്ചിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അങ്ങനെ ഒരു വെച്ച് കൺഫ്യൂസിങ് ഉണ്ട്. പിന്നെ ഇതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വൺ വേർഡ് ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓഡ് വൺ 92 തൊട്ട് 97 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓഡ് വൺ ഔട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 92ാമത്തെ ക്വസ്റ്റ്യൻ A ട്രയൽ ബാലൻസ്, B ബാലൻസ് ഷീറ്റ്, C ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, D ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം നമുക്കിതിൽ ഓഡ് വൺ ഔട്ട് ഏതാണ്? ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് അക്കൗണ്ടും ഒക്കെ നമ്മൾ എന്താണ്, ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സുകളാണ് ഏതൊക്കെ? ട്രേഡിംഗ് അക്കൗണ്ട്, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റെക്കൺസിലേഷനാണ് ഇതിൽ ഓഡ് വൺ വരുന്നത്. അപ്പോൾ ആൻസർ C ആണ്. ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്റ് ആണ് ദാറ്റ് കമ്പയർ എ കമ്പനീസ് ക്യാഷ് ബാലൻസ് വിത്ത് ബാങ്ക് ബാലൻസ്. അപ്പോൾ ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും തമ്മിൽ, ബാങ്ക് ബാലൻസ് പാസ്ബുക്ക് ആണല്ലോ, അപ്പോൾ ബാങ്കിലെ പാസ്ബുക്കും പിന്നെ കമ്പനിക്ക് ഒരു ക്യാഷ് ബുക്ക് കാണും. അപ്പോൾ അതിൻ്റെ ബാലൻസും പാസ്ബുക്കിൻ്റെ ബാലൻസും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടി ബിസിനസ് ഫേംസ് ഒരു സ്പെസിഫിക് ഡേറ്റിൽ എഴുതി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ വൺ വേർഡായിട്ട് വരുന്നത് ഏതാണ്? ഓഡ് വൺ ഔട്ട് ഏതാണ്? ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. ബാക്കി മൂന്നും ഏതാണ്? ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പാർട്ടുകളാണ്. 93 A ബാലൻസ് ഷീറ്റ്, B ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, C ഗ്രോസ് പ്രോഫിറ്റ്, D ഓർഡർ ഓഫ് പെർമനൻസി. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ബാലൻസ് ഷീറ്റ് പറയുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ഓർഡർ ഓഫ് പെർമനൻസി ഓർ പെർഫോമൻസ്, ഓർഡർ ഓഫ് പെർഫോമൻസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അഥവാ ഓർഡർ ഓഫ് പെർമനൻസി എന്ന് പറയുന്നത് ഇത് മൂന്നും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡുകളാണ്. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസി. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഗ്രോസ് പ്രോഫിറ്റ് എന്തിൻ്റെ ഭാഗമാണ്? P&L അക്കൗണ്ടിൻ്റെ, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഭാഗമാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ C. നെക്സ്റ്റ് 94 സാലറി ഔട്ട്സ്റ്റാൻഡിങ്, A സാലറി ഔട്ട്സ്റ്റാൻഡിങ്, B പർച്ചേസ്, C റെൻറ്റ് പെയ്ഡ്, D കമ്മീഷൻ റിസീവബിൾ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരുന്നത്? നോക്കിയേ, നമ്മളിതിൽ 2-3 ഐറ്റം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സാലറി, റെൻറ്റ്, കമ്മീഷൻ, ഇതൊക്കെ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെയൊക്കെ പോലെ വരുന്നില്ലേ? റെൻറ്റ് പെയ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ്, സാലറി, കമ്മീഷൻ. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലെടുക്കുകയുള്ളൂ? ട്രേഡിങ്ങിലേ എടുക്കുകയുള്ളൂ. ബാക്കി വരുന്ന 3 ഐറ്റവും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് എടുക്കുന്നത്. പർച്ചേസ് മാത്രം നമ്മൾ ട്രേഡിങ്ങിലാണ് എടുക്കുന്നത്. സോ ഇതിൽ ഓഡ് വൺ എന്ന് പറയുന്നത് B ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95 A പർച്ചേസ്, B സെയിൽസ്, C ഡയറക്റ്റ് എക്സ്പെൻസസ്, D ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇതിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. പർച്ചേസും സെയിലും ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ട്രേഡിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. സോ ആൻസർ ഈസ് D ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. നെക്സ്റ്റ് 96ാമത്തെ ക്വസ്റ്റ്യൻ A സെയിൽസ് ടാക്സ് കളക്റ്റഡ്, B സെയിൽസ് ടാക്സ് പെയ്ഡ്, C അഡ്വർടൈസ്മെൻറ്റ് പെയ്ഡ്, D റെൻറ്റ് പെയ്ഡ്.
അപ്പം നമുക്ക് ഇതിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം ഓപ്ഷൻ ഏതാണ്, കളക്റ്റഡ് വരുന്ന മാത്രമാണ്, ബാക്കി എല്ലാത്തിലും പെയ്ഡ് ഉണ്ട്. അപ്പം ബാക്കിയൊക്കെ ലൈബിലിറ്റിയാണ്. ഇൻകം ടാക്സ് കളക്റ്റഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻകം ആണ്. അപ്പോൾ അതെന്താണ്, എ ആണ് ആൻസർ. സെയിൽസ് ടാക്സ് കളക്റ്റഡ് ആണ്, ബാക്കി എല്ലാത്തിലും പെയ്ഡ് ഉണ്ട്. നെക്സ്റ്റ് 97, എ എക്സൈസ് ഡ്യൂട്ടി, ബി പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, സി സാലറി, ഡി കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഇതിൽ എന്താണ് എക്സൈസ് ഡ്യൂട്ടി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, സാലറിയൊക്കെ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസുകളാണ്. പിന്നെ ഇതിൽ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്ന കസ്റ്റംസ് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്, കസ്റ്റംസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും എക്സ്പോർട്ടൊക്കെ നടത്തുമ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുമ്പോഴല്ലേ കസ്റ്റംസ് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് എ ക്യാരേജ്, ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസിനെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കുന്നത്. അപ്പം ഒരു ഗുഡ്സ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം നമുക്ക് കൊടുക്കേണ്ട ഒരു ടാക്സാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം അതാണ് അവിടെ ഓഡ് വൺ ഔട്ടിൽ വരുന്നത്. ബാക്കിയെല്ലാം ഏതാണ്, സാലറി, എക്സൈസ് ഡ്യൂട്ടി, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഇതെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ഈ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ ഐറ്റം, അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ക്യാരേജ് ഡ്യൂട്ടി ഈസ് ഓൾസോ നോൺ ആസ് കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ഓൾസോ നോൺ ആസ് ക്യാരേജ് ആണ്, ക്യാരേജ് ഇൻവേർഡ്. അപ്പോൾ അത് നമ്മൾ എവിടെ എടുക്കേണ്ടത്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോ അവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയാണ്, ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബാക്കിയെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പാർട്ടാണ്. 98, ബാലൻസ് ഷീറ്റ് ഈസ് ഡാഷ്. ബാലൻസ് ഷീറ്റ് എന്താണ്, എ സ്റ്റേറ്റ്മെൻറ്റ്, ബി അക്കൗണ്ട്, സി ലെഡ്ജർ, ഡി നൺ ഓഫ് ദിസ്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമ്മളെപ്പോഴും പഠിക്കുന്നത്. ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് 99ാമത്തെ ക്വസ്റ്റ്യൻ, സാലറി അറ്റ് ₹4,000 per month for 2 months remains unpaid during the current year. അപ്പോൾ സാലറി 4,000 രൂപ, അപ്പം 2 മാസം എന്ത് ചെയ്തില്ല, അൺപെയ്ഡ്, കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, എ അസറ്റ്, ബി ലൈബിലിറ്റി, സി എക്സ്പെൻസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് അൺപെയ്ഡ് സാലറി, അൺപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ലൈബിലിറ്റിയാണ്. അപ്പം ആൻസർ എന്താണ്, ബി ആണ്. അൺപെയ്ഡ് എക്സ്പെൻസ് ആണ്. സോ അൺപെയ്ഡ് എക്സ്പെൻസ് കമ്പനിക്ക് ലൈബിലിറ്റിയാണ്. 100ാമത്തേത്, ആനുവൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ 1/10/2024 വാസ് ₹3600. The accounting year end on 31st March 2025. In this context, advance amount paid for the next year is equivalent to. അപ്പോൾ നമ്മൾ 2024 ₹3200 ഇൻഷുറൻസ് പ്രീമിയം, ആനുവൽ പ്രീമിയം കൊടുത്തു. പോരാഞ്ഞിട്ട് നെക്സ്റ്റ് 2 ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് പറഞ്ഞേക്കുന്നത്, അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് ഇയർ എന്താണ്, എമൗണ്ട് ഈസ് പെയ്ഡ് ഫോർ നെക്സ്റ്റ് 2 ഇയർ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുമ്പോൾ അത് കമ്പനിക്ക് എന്താണ്, അഡ്വാൻസ് ആയിട്ട് എക്സ്പെൻസ് നമ്മൾ പേ ചെയ്യുക. ഇൻഷുറൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ 2 വർഷത്തേക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു എന്ന് പറയുമ്പം ഓപ്ഷൻസിൽ ഇൻകം ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അസറ്റ് ഉണ്ട്, നൺ ഓഫ് ദീസ്. നമ്മളുടെ 2 വർഷത്തെ എക്സ്പെൻസ് ഒരു വർഷം കൊണ്ട് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്താണ്, അസറ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് അസറ്റാണ്. നെക്സ്റ്റ് 101ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ഡാഷ് ടു ദ ബിസിനസ്. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്, ഇൻകം, എക്സ്പെൻസ്, സി അസറ്റ്, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എക്സ്പെൻസ് ആണ്. കാരണം ഇൻട്രസ്റ്റ്, നമുക്ക് പേയിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മീൻസ് റിവാർഡ് ടു ദ പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റഡ് ഇൻ ദ ഫണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ എന്ത് കൊടുക്കണം, നമ്മളെ ഫേമിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ അതൊരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആൻസർ ഈസ് എക്സ്പെൻസ്, ബി എക്സ്പെൻസ്. ആൻഡ് എക്സ്പെൻസ് ഫോർ ദ ബിസിനസ് ആണ്, അതൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദാറ്റ് റെക്കോർഡഡ് ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് 102ാമത്തെ ക്വസ്റ്റ്യൻ, ലല്ലു ഈസ് ഡാഷ് ടു ദ ബിസിനസ് വെൻ ഹി പർച്ചേസ് ഗുഡ്സ് ഓൺ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ ഫേമിൽ നിന്നും ലല്ലു എന്ന് പറയുന്ന ആൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അത് ബിസിനസ്സിന് എന്തായിട്ടാണ് വരേണ്ടത്, ഇൻകം, ലൈബിലിറ്റി, അസറ്റ്, നൺ ഓഫ് ദീസ്. അപ്പം
ബിസിനസ്സിൽ നമ്മുടെ പർച്ചേസ് ചെയ്തു, ബിസിനസ്സിൽ നിന്ന് എന്തോ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അതെന്താണ്? അസറ്റാണ്. ലല്ലു അസറ്റാണ്. ലല്ലു ഈസ് അസറ്റ് ടു ദ ബിസിനസ് വെൻ ഹി പർച്ചേസ് ഗുഡ്സ് ഓൺ അക്കൗണ്ട്സ്. നെക്സ്റ്റ് 103 ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈസ് ഡാഷ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡാഷ്. എ ഇൻകം, ബി എക്സ്പെൻസ്, സി അസറ്റ്, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്? നമുക്ക് എപ്പോഴും എന്തായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അസറ്റാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അസറ്റ് ടു ദ ബിസിനസ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പ്രോബ്ലം നന്നായിട്ട് നോക്കുക, ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ, ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ളത് നമുക്ക് ഓൾറെഡി ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാൻ അറിയാം. ബാക്കിയുള്ള ഐറ്റംസ് എവിടെ പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് അറിയാമെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം. ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ അല്ലേ കാണാതെ പഠിക്കുക. പിന്നെ ഏതാ പഠിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ ഇക്വേഷൻ പഠിക്കുക. അത് നമ്മൾ ഐറ്റംസ് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കണം. നെറ്റ് പർച്ചേസ് ആണോ എന്ന് നോക്കണം. പിന്നെന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടോ എന്ന് നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇതിൽ നിന്നെല്ലാം മൈനസ് ചെയ്യണം. സോ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. താങ്ക് യു.